കെന്റക്കിയിലെ ലൂയിസ്വില്ലിന്റെ തെക്ക് പടിഞ്ഞാറായി 1910 നിർമ്മിച്ച ക്ഷയരോഗികളെ ചികിത്സിക്കുന്ന സാനിറ്റോറിയമായിരുന്നു ബെവർലി ഹിൽ സാനിറ്റോറിയം. അന്നത്തെ കാലത്ത് ക്ഷയരോഗത്തിനുള്ള വൈദ്യചികിത്സയില്ലാത്തതിനാൽ അവർ പരീക്ഷണാത്മകമായ ചികിത്സകൾ നടത്തിയതുമൂലം 9,000 പരം ജനങ്ങൾക്ക് ജീവൻ വരെ നഷ്ടപ്പെട്ടു. അതിനിടയിൽ ആ സാനിറ്റോറിയത്തിൽ മറ്റു പല സംഭവങ്ങളും നടന്നു. 1928 അവിടുത്തെ നേഴ്സായിരുന്ന മേരി ഹില്ലൻബർഗ് റൂം നമ്പർ 502 വെച്ച് ആത്മഹത്യ ചെയ്തു. അവിവാഹിതയായ അവൾ ഒരു ഡോക്ടറുടെ കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും അയാൾ അവളെ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നവൾ ആത്മഹത്യയും ചെയ്തു. കൂടാതെ 1932 മറ്റൊരു നേഴ്സ് അതേ മുറിയിൽ വെച്ച് ജനാലയിലൂടെ പുറത്തേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. ഇതുപോലെ പല ദുർമരണങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. ക്ഷയരോഗത്തിനെതിരെയുള്ള ആന്റിബയോട്ടിക്കുകൾ കണ്ടുപിടിച്ചപ്പോൾ ക്ഷയരോഗം ഇല്ലാതാവാൻ തുടങ്ങി. സാനിറ്റോറിയത്തിലെ രോഗികളുടെ എണ്ണവും കുറഞ്ഞു. ഒടുവിൽ 1961 സാനിറ്റോറിയം അടച്ചുപൂട്ടി. എന്നാൽ ക്രമേണ ഈ സാനിറ്റോറിയം പ്രേതബാധയുള്ളതാണെന്ന് പരക്കെ അറിയപ്പെടാൻ തുടങ്ങി. തകർന്നു തുടങ്ങിയ ആ സാനിറ്റോറിയം സന്ദർശിച്ച പലർക്കുമുണ്ടായ അനുഭവങ്ങൾ വിചിത്രമായിരുന്നു. കുട്ടികളുടെ വിഭാഗമായ 3-ാം നിലയിൽ നിന്ന് പാട്ടുകളും, കൂടാതെ കണ്ണില്ലാത്ത ഒരു പെൺകുട്ടിയുടെ പ്രേതത്തെയും, പന്ത് കളിക്കുന്ന ഒരു ആൺകുട്ടിയുടെ പ്രേതത്തെയും, അടുക്കളയുടെ ഭാഗത്തായി ഷെഫിന്റെ വസ്ത്രം ധരിച്ച ഒരു പുരുഷ രൂപത്തെയും, കൂടാതെ ഹാളിലൂടെ ഓടിപ്പോകുന്ന കൈകളിൽ രക്തം പുരണ്ട ഒരു സ്ത്രീയുടെ രൂപത്തെയും പലരും കണ്ടിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ കാൽപ്പാടുകൾ, ശരീരമില്ലാത്ത ശബ്ദങ്ങൾ പലരും കേട്ടിട്ടുണ്ട്. ചില അദൃശ്യ ശക്തികൾ അവിടെ വന്ന സന്ദർശകർക്ക് നേരെ സാധനങ്ങൾ എടുത്തെറിയുമായിരുന്നു. ഇത്തരത്തിൽ എണ്ണമറ്റ പ്രേതാത്മാക്കളുടെ വിഹാര കേന്ദ്രമായിരുന്നു ആ സാനിറ്റോറിയം. ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ തുടർന്ന് ഈ സാനിറ്റോറിയം ലോകത്തിലെ ഏറ്റവും ഭീതിജനകമായ സാനിറ്റോറിയമായി അറിയപ്പെടുന്നു.